നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ്. ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാനല്ലേ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഈസി ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ ഓരോ ചാപ്റ്റർ വീതം ഈസി ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുക. ആൻഡ് സ്കോർ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അതാണ് നമുക്ക് ആവശ്യമില്ലേ. ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ എന്താ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ്. ഗ്രാമറിന് മാർക്ക് സ്കോർ ചെയ്യാനല്ലേ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഈസി ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ ഓരോ ചാപ്റ്റർ വീതം ഞാൻ ഈസി ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുക. ആൻഡ് സ്കോർ വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. അതാണ് നമുക്ക് ആവശ്യമില്ലേ. അപ്പൊ നോക്കാം. ഫ്രേസൽ വെർബ്സിന് അതാണ് SSLCയുടെ ഫേവറേറ്റ് പോലെയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ പോലെയാണ് ആര് ഈ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഫ്രേസൽ വെർബ് ആണ് അല്ലയോ. അപ്പൊ അതിനെങ്ങനെ ചെയ്യുന്നത്? ദി എക്സാം യൂഷ്വലി ഗിവ്സ് യു എ ബോക്സ് ഓഫ് ഫ്രേസൽ വെർബ്സ്. കണ്ടിട്ടുണ്ടല്ലോ, ഒരു നീണ്ട വരുന്നതിന് ഒരു ബോക്സിൽ ഒരു ഫ്രേസൽ വെർബ്സ് തരും. ഡോണ്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ മീനിങ്, ലുക്ക് അറ്റ് ദി ടെൻസ് ഓഫ് ദ സെന്റൻസ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിന്റെ മീനിങ്ങിലോട്ട് നോക്കിയാൽ പോരാ, എന്നാ ചെയ്യണ്ടേ? ഏത് ടെൻസിലാണ് സെന്റൻസ് എഴുതുന്നതെന്ന് നോക്കുക. പിന്നെ എന്താണ് ദി ട്രിക്ക്? എന്താണ് ട്രിക്ക്? If the sentence is in the past, അപ്പം പാസ്റ്റിലാണ് സെന്റൻസ് എങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? The meeting was cancelled എന്ന് പറയുകയാണെങ്കിൽ your answer must be in the past. അപ്പം പാസ്റ്റിലാണ് സെന്റൻസ് എങ്കിൽ നിങ്ങളുടെ ആൻസറും പാസ്റ്റിലായിരിക്കണം. ലൈക്ക് കോൾഡ് ഓഫ് അല്ലെങ്കിൽ നോട്ട് കോൾഡ് ഓഫ്. എന്താണ്? The meeting was called off എന്നല്ലേ പറയണ്ടേ, കാരണം അത് പാസ്റ്റിലാണ്. പിന്നെ എന്താണ്? കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാനുള്ള ഞാൻ പറയുവാണേ. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറേറ്റ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ അബാൻഡൻ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ക്ലിയർലി, നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. കീപ് ഓൺ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക, കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. ഓക്കെ, അടുത്തത് കണ്ടീഷണൽ ക്ലോസിന് എങ്ങനെ നമ്മൾ മാർക്ക് കിട്ടാനായിട്ട് യൂസ് ചെയ്യും? അതിലെന്താണ്? ദി ഈഫ് റൂൾ ആണ് വരുന്നത്. ഹൗ ഡു വി ടാക്കിൾ ഇറ്റ്? ഇൻ SSLC യു ഓൾമോസ്റ്റ് ഓൾവേസ് ഗെറ്റ് എ കംപ്ലീറ്റ് ദ സെന്റൻസ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ദ സെന്റൻസ് എന്ന് പറയുന്ന ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോ ഫോക്കസ് ഓൺ ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ഇതിനകത്ത് നമ്മൾ ടൈപ്പ് 2ഉം ടൈപ്പ് 3യും പറയുന്നുണ്ട്. ടൈപ്പ് 2ലും ടൈപ്പ് 3ലും ഫോക്കസ് ചെയ്യാനാണ് ആര് പറയുന്നത്? നമ്മൾ ഇവിടെ പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ് ആണ്, കണ്ടീഷൻ ആണ്. ടൈപ്പ് 1 എന്താ? പ്രസന്റ് ആണെങ്കിൽ എന്താണ്? വിൽ വർക്ക്, റിയൽ പോസിബിലിറ്റി ആണ്. പിന്നെ എന്താണ്? V2 അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? V2 എന്ന് പറയുന്നത് verb 2 ആണ്. വുഡ് പ്ലസ് verb ഈക്വൽ ടു ഇമാജിനറി, അതായത് എന്ത് ഭാവിയിൽ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ടൈപ്പ് 3 ആണ്. എന്താണത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ് അല്ലെ. അതെങ്ങനെ വരിക? വുഡ് ഹാവ് പ്ലസ് V3. എന്താണ് അതിന്റെ അർത്ഥം വരിക? റിഗ്രറ്റ് ആണ്, പാസ്റ്റ് ആണ്. If I had studied well for my physics exam, I would have scored more than 70. And I would have, അല്ലെ, അതൊരു റിഗ്രറ്റ് ആണ്. എനിക്ക് സംഭവിച്ചില്ല. സംതിങ് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഐദർ. അപ്പൊ ഇനി എന്താണ് അടുത്ത എന്താ നമ്മൾ നോക്കണ്ടേ? നോക്കാലോ. റിപ്പോർട്ടഡ് സ്പീച്ച്, ദ ക്വസ്റ്റ്യൻ ട്രാപ്പ്. എങ്ങനെയാണ്? SSLC loves asking you to report a question. അവർക്ക് എപ്പോഴും ഒരു ചോദ്യം നിങ്ങൾക്ക് അങ്ങ് ഇട്ട് വന്നു വെച്ച് മക്കളെ ഇരിക്കടാ എന്ന് വെച്ച് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യടാ എന്നങ്ങ് പറയും അല്ലെ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതാണ്ട് ഇവർക്കൊട്ടും ഇഷ്ടമില്ലാത്തവർ എപ്പോഴും ഇങ്ങനെ ചോദ്യം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ട്രാപ്പാണ്, നിങ്ങളെ മാർക്ക് സ്കോർ ചെയ്യിക്കാതിരിക്കാൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ട്രാപ്പിൽ നിന്ന് പുറത്തു വരിക? എക്സ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് എ മസ്റ്റ്, യു ഷുഡ് റിമെമ്പർ ദാറ്റ്. പിന്നെന്താണ്? WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡു നോട്ട് യൂസ് ദാറ്റ്. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദാറ്റ് എഴുതുവാണ്. WH ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ദാറ്റ് ഉപയോഗിക്കരുത്. പകരം എന്താണ്? യൂസ് ദ WH വേർഡ് ഇറ്റ് സെൽഫ്. ദാറ്റ് എന്നല്ല, ആ WH വേർഡ് തന്നെ യൂസ് ചെയ്യണം. പിന്നെന്താണ്? ദ വേർഡ് ഓർഡർ ഫ്ലിപ്പ്. ഇൻ റിപ്പോർട്ട് സ്പീച്ച് ദ വേർബ് ഗോസ് ആഫ്റ്റർ ദ സബ്ജക്ട്. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചിൽ എന്താണ്? വേർബ് സബ്ജക്റ്റിന് ശേഷമാണ് പോകുന്നത്, അല്ലാതെ സബ്ജക്റ്റിന് ശേഷമല്ല. വേർബിന് ശേഷമല്ല സബ്ജക്ട്, സബ്ജക്റ്റിന് ശേഷമാണ് വേർബ്. എവിടെ? റിപ്പോർട്ടഡ് സ്പീച്ചില്. പിന്നെ എന്താണ്? ഡയറക്റ്റ് വേർ ആർ യു ഗോയിങ്. ഇൻഡയറക്റ്റ് എങ്ങനെയാണ്? ഹി ആസ്ക്ഡ് വേർ ഐ വാസ് ഗോയിങ്. അപ്പൊ നമ്മൾ നോക്കുക, നോട്ട് വേർ വാസ് ഐ ബട്ട് വേർ ഐ വാസ് ഗോയിങ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് തിങ്സ്? ദി നെഗറ്റീവ് ഹിഡൻ ട്രിക്ക്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം തന്നിട്ട് അതൊരു ഹിഡൻ ട്രിക്ക് പോലെ നമുക്ക് തരുന്നതായിരിക്കും. എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ലൈക്ക് ഹാർഡ്ലി, seldom, rarely, secretly, few and little, or
ഇതൊക്കെ എന്നായിട്ടാണ് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, their ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ്. ഓർക്കുക, ഈ വാക്കുകളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, നമ്മൾ ഓർക്കണം. ഓക്കെ, പിന്നെ എന്താണ് എക്സാമ്പിൾ, he seldom visits, does he എന്നാണ് ചോദ്യം. അപ്പൊ അടുത്ത എന്താണ്, let's. if a sentence starts with let's വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, the tag will always be shall we. let's go for a movie, shall we. പിന്നെ എന്താണ്, I am ആണെങ്കിൽ എന്ത് ചെയ്യും, the tag for I am is aren't I. I'm your best friend, aren't I. I am ന് എപ്പോഴും അതിന്റെ ടാഗ് എന്ന് പറയുന്നത് aren't I ആയിരിക്കും. keep these in your mind without fail. സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ നമ്മൾ എന്താണ്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് നമുക്ക് നോക്കാം. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഏത്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ബട്ട് there are a lot of intricacies, there are a lot of rules in it. അപ്പം each, every, everyone വരുവാണെങ്കിൽ ഇതെല്ലാം എപ്പോഴും സിംഗുലർ ആയിരിക്കും. each, every, everyone വരുവാണെങ്കിൽ make sure the verb is singular. each of the student has a book. അല്ലെങ്കിൽ മനസ്സിലായല്ലോ, each of the student has a book ആണ് വരിക. and versus as well as എന്താണ്, ആൻഡും ആസ് വെൽ ആസും വരുമ്പോ എന്താണ് സംഭവിക്കുക, രാമു ആൻഡ് ഷാമു ആർ. അപ്പൊ ഒരു സബ്ജക്ട്, ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്ട് ആൻഡ് വെച്ചോ ആസ് വെൽ ആസ് വെച്ചോ കണക്റ്റഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, വേർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. പിന്നെ എന്താണ്, അടുത്ത എന്താണ്, റിലേറ്റീവ് ക്ലോസസ് ആണെങ്കിൽ, ജോയിനിങ് സെന്റൻസ് ചെയ്യുകയാണെങ്കിൽ you will likely get a question asking you to join two sentences using who, which or that. അപ്പം who ആണെങ്കിൽ for people ആണ്, which ആണെങ്കിൽ എന്തിനാണ്, തിങ്സിനും ആനിമൽസിനും വേണ്ടിയാണ്. ട്രിക്ക് എന്താണ്, റീപ്ലേസ് ദ പ്രോനൗൺസ് he, she, it, they എന്നുള്ളത് റീപ്ലേസ് ചെയ്യുക ഇൻ ദ സെക്കൻഡ് സെന്റൻസ് വിത്ത് ദ റിലേറ്റീവ് പ്രോനൗൺ. അപ്പം he, she, it, they എന്നുള്ളത് സെക്കൻഡ് സെന്റൻസിൽ നിങ്ങൾ ഒരു റിലേറ്റീവ് പ്രോനൗൺ വെച്ച് റീപ്ലേസ് ചെയ്യുക. പിന്നെ എന്താണ്, സെന്റൻസ് 1 I saw a man, സെന്റൻസ് 2 he was wearing a red hat. അപ്പൊ എങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്ത് ഉത്തരം എഴുതുക, I saw a man who was wearing a red hat. അപ്പൊ എന്തായി, നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു, ഒരു റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ചു. അടുത്തത് ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് വരുമ്പം ദി യൂണിവേഴ്സിറ്റി ട്രാപ്പ്, അതായത് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്, യൂണിവേഴ്സ്, യൂണിവേഴ്സിറ്റി, ഓണസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യു ആയതുകൊണ്ട്, ഒരു വവൽ ആയതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും, അവിടെ ആൻ എഴുതി വെക്കും. പക്ഷെ ശരിക്കും ആൻ അല്ല, എന്താണ് അവിടെ വേണ്ടത്, എ ആണ് വേണ്ടത്. കാരണം യ എന്ന് പറയുന്ന സൗണ്ട് ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് ടു ബി എ യൂണിവേഴ്സിറ്റി, നോട്ട് ആൻ യൂണിവേഴ്സിറ്റി. പിന്നെ എന്താണ്, പിന്നെ ഈ ഓണർ എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കോൺസണന്റ് ലെറ്റർ ദാറ്റ് ഇസ് എച്ച്, ബട്ട് ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എ വവൽ സൗണ്ട്. അപ്പം ആൻ ഓണർ, ഇറ്റ് ഇസ് എൻ ഓണർ ടു ബി ഹിയർ. മനസ്സിലായല്ലോ, അതൊരു ട്രാപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ വളരെ ട്രാപ്പ് ഇട്ടിട്ട് ചോദ്യങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ ഫിക്സഡ് പ്രിപ്പോസിഷൻസ്, മെമ്മറൈസ് ദീസ് പെയർസ്. അപ്പൊ ഈ പ്രിപ്പോസിഷൻ നിങ്ങൾ, ഈ പെയർ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇൻട്രസ്റ്റഡ് ഇൻ, അഫ്രൈഡ് ഓഫ്, പിന്നെ എന്താണ്, കൺഗ്രാജുലേറ്റ് ഓൺ, പിന്നെ ഫേമസ് ഫോർ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇഡിയംസ്, യൂസ് വാട്ട്സ് ഇൻ ദ ടെക്സ്റ്റ്. അപ്പൊ ഇഡിയംസ് വരുമ്പോ എന്താ ചെയ്യേണ്ടത്, യൂസ് വാട്ട്സ് ഇൻ ദ ടെക്സ്റ്റ്. ഡോണ്ട് ലേൺ റാൻഡം ഇഡിയംസ്, സ്റ്റിക്ക് ടു ദ വൺസ് ഇൻ യുവർ യൂണിറ്റ്സ്. അപ്പൊ റാൻഡം ഇഡിയംസ് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഇഡിയംസ് ആണോ ഉള്ളത്, എന്തൊക്കെ ഫ്രേസസ് ആണോ ഉള്ളത്, മോസ്റ്റ്ലി ഇഡിയംസ്, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇഡിയംസ് പഠിക്കുക. റാൻഡം ഇഡിയംസ് പഠിച്ചിട്ട് കാര്യമില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു സ്കോർ ബിക്കോസ് ദീസ് ടു ആർ ഗോയിങ് ടു ബി എക്സ്ട്രീംലി ഡിഫറെന്റ്. പിന്നെ എന്താണ്, trick. If you use an idiom in a character sketch, it shows the evaluator you have high linguistic range. അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഒരു ഇഡിയം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവാലുവേറ്റർ എന്ത് വിചാരിക്കും, ഓ ഈ കൊച്ചിന് നല്ല ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിക്കും. അപ്പൊ ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യും, ഇവാലുവേറ്ററുടെ നമ്മളോടുള്ള മതിപ്പ് കൂടും, മാർക്ക് ഒരു ഇച്ചിരി കൂട്ടിയിടുകയും ചെയ്യും. സോ റിമെമ്പർ ദാറ്റ്. എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് he was very happy, you can say he was on cloud 9. അല്ലെങ്കിൽ he was over the moon എന്ന്. ഈ രണ്ട് കാര്യങ്ങളും എന്താണ്, മീൻസ് ദ സെയിം, that man was extremely happy. അപ്പൊ നമ്മൾ എന്താണ് കഴിഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഗ്രാമറിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എങ്ങനെ, ഹൗ ആർ വി ഗോയിങ് ടു സ്കോർ ഗുഡ് മാർക്സ് ഫോർ ഇംഗ്ലീഷ് എന്ന് നമ്മൾ ആലോചിക്കുക. എങ്ങനെ നമ്മൾ ഗ്രാമറിനും ഇംഗ്ലീഷിലും ഒരുമിച്ച് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യും, റൈറ്റിംഗിന് എങ്ങനെ സ്കോർ ചെയ്യും എന്നൊക്കെ നമ്മൾ ടൈം മാനേജ്മെന്റ് വീഡിയോസും വരുന്നതായിരിക്കും. അപ്പം പ്ലീസ് കീപ്
ദിസ് ഇൻ മൈൻഡ്. അപ്പോ